പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാവരങ്ങളാല് ഞങ്ങളെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അങ്ങയുടെ കരങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും, ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സമാധാനവും സന്തോഷവും സമൃദ്ധിയും വിജയവും വിടുതലും സ്വാതന്ത്ര്യവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തില്, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെ സജീവ സാന്നിധ്യത്തില്, സ്വർഗം മുഴുവന്റെയും ഉന്നതമായ സാന്നിധ്യ സംരക്ഷണത്തില് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെയും സ്വർഗത്തിന്റെ മുഴുവൻ നിറസാന്നിധ്യത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഒത്തിരി തിന്മകള്, പൈശാചികതകള് നമ്മുടെ മക്കളെ, കുടുംബങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഇതുപോലെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് നമ്മൾ ആഗ്രഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ വർഗം പുറത്തു പോകത്തില്ല, നമുക്ക് സംരക്ഷണം സാധിക്കത്തില്ല. മാത്രമല്ല, ദൈവത്തിന്റെ കൃപയും സമാധാനവും നമുക്ക് ലഭിക്കത്തില്ല. പ്രാർത്ഥന കൊണ്ടാണ് എല്ലാം സാധ്യതമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മ അതിശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു വിഷയം, ലവ് ജിഹാദിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനിത് പറയാനുള്ള കാരണം, ഒത്തിരി പൈശാചികമായ സാന്നിധ്യം, സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഇന്ന് പോലീസിനോ നിയമപരമായിട്ടോ ഒരു കേസ് എടുക്കാൻ പറ്റാത്ത വിധത്തില് നമ്മുടെ അനേകം മക്കളെ ഈ പൈശാചിക ശക്തി വശീകരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊരു വലിയൊരു തിന്മയുടെ സ്വാധീനമാണ് എന്ന് പറഞ്ഞ, പിശാചിനെ വെച്ച് ആഭിചാര്യത്തിന്റെ വശീകരണ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആത്മീയമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ സ്പിരിച്വൽ അറ്റാക്കിംഗ് ആൻഡ് ഡിഫീറ്റിംഗ്, ആത്മീയമായ ഒരു ആക്രമണവും ആത്മീയമായിട്ട് സ്വന്തമാക്കുന്ന ഒരു പ്രവൃത്തിയുമാണ് എന്ന് പറഞ്ഞാല് പിശാചിനെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞു, വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കള്, ഇവരിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ ചരിത്രങ്ങൾ ഏറെയുണ്ട്. അവിടെ കൂടെ പോയി നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ലഹരിയുടെ പിന്നാലെ പോയി പിടിക്കപ്പെടുമ്പോ അവര് രക്ഷപ്പെടും, നമ്മുടെ മക്കൾ പിടിക്കപ്പെടും. എത്രയോ മക്കള് പ്രേമത്തിൽ കുടിക്കപ്പെട്ട് പിന്നീട് നശിപ്പിക്കപ്പെട്ട്, ചതിക്കപ്പെട്ട്, പറ്റിക്കപ്പെട്ട്, ചങ്കുപൊട്ടി നിലവിളിച്ച് കരയുന്ന തൊടുപുഴയുള്ള കൊച്ചൊക്കെ നിലവിളിച്ച് കരയണ കരച്ചില് കണ്ട കേട്ട നമ്മൾ ചങ്കലിഞ്ഞു പോകും. ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും നമ്മുടെ ഒത്തിരിയേറെ മക്കള് ഈ പൈശാചികമായ പ്രേമക്കുരുക്കിൽപ്പെട്ട് ഈ പിശാചിനെ നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. മിനിഞ്ഞാന്ന് ഒരു അമ്മച്ചി വിളിച്ചേക്കാം. അമ്മച്ചിയുടെ മോള് കന്യാസ്ത്രീയാ, പറയാമോന്ന് എനിക്കറിയില്ല. 9 വർഷമായിട്ട് സിസ്റ്റർ, ആ സിസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, അവസാനത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ കടന്നു വന്ന ഇങ്ങനെയുള്ള ഒരു ലവ് ജിഹാദിൽപ്പെട്ട ഒരുത്തൻ ഈ കന്യാസ്ത്രീ കൊച്ചിനെ വശീകരിച്ച് ഫോൺ വിളി തുടങ്ങി. പിന്നീട് ഇത് പ്രത്യേക രീതിയിലേക്ക് വളർന്നു. ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലായിരിക്കുന്ന മക്കളെ പോലും എന്നല്ല വശീകരിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ഏത് മേഖലയിലും
നശിപ്പിക്കാനും തകർക്കാനും ഇല്ലാതാക്കാനും കൊല്ലാനും ശ്രമിക്കുന്ന പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു പ്രേമഗുരുക്കിന്റെ ഈ യുദ്ധം, ഈ പൈശാചിക പ്രവർത്തനം. ഞാൻ പറഞ്ഞു വരിക, അതിലേക്കൊന്ന് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. സിസ്റ്ററിന്റെ കാര്യമൊക്കെ ഇതിന് വേറെ സംഭവങ്ങളുണ്ട്. ഇറക്കി കൊണ്ടുപോയിട്ട് പിന്നീട് ആത്മഹത്യ ചെയ്ത ഈ മേഖലയിലുള്ള അനേകം അനുഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കള് അവന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ നമുക്ക് ദൈവത്തിന്റെ ഒരു പരിരക്ഷയില്ല. അവരെ വശീകരിച്ചുകൊണ്ട് പോണ്, നമ്മുടെ മക്കളെ പോണ്. പക്ഷെ എന്തുകൊണ്ട് പോണു? അവരെ വശീകരിച്ച് അടിമപ്പെടുത്തി അതിലേക്ക് കെട്ടിപ്പൂട്ടി ബന്ധിച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തികൾ. പിന്നെ ഈ പ്രേമൊക്കെ നടിച്ച് പിന്നെ അവരുമായിട്ട് സെക്സ് ചെയ്ത് ജടിക പാപം ചെയ്ത് അതിനെ പ്രത്യേക രീതിയിലും മൊബൈലിൽ പകർത്തി പല രീതികളിലൊക്കെ സ്വാധീനിച്ച് പിന്നെ കുടുക്കിൽപ്പെടുത്തി പിന്നെ അവസാനം അവിടെ അഡ്രസ് പോലും ഇല്ലാത്ത രീതിയിൽ പല രീതിയിൽ പോണ അനേകം മക്കളെ നമുക്കറിയാം. ഈ നമ്മുടെ മക്കൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, മക്കളെ ഇത് ഭയങ്കര പൈശാചിക ഗുരുക്കാണ്, ഇതൊക്കെ സംഭവങ്ങള് അനുഭവങ്ങള്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ പറയും, ആ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല, മറ്റുള്ളവരെ പോലെയല്ല, എന്റെ ചേട്ടൻ ആനയാണ്, കുതിരയാണ്. ഇതൊക്കെ പറഞ്ഞ് അപ്പനെ അമ്മേനെ സഭയും കുടുംബത്തെ സഹോദരനെ വിട്ട് ഇവന്റെ കൂടെ ഇറങ്ങി പോണെങ്കിൽ എത്രമാത്രം പൈശാചിക ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് പൈശാചികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പോ ഈ പ്രേമക്കുരുക്കിനാല് ഈ ലൗകികാദിനാല് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും യോസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിനും കർത്താവിന്റെ തിരുരക്തത്തിന്റെ കൊട്ട കെട്ടി ഒതുങ്ങി പിടിക്കാനും സ്വർഗത്തിന്റെ വലിയ സംരക്ഷണം നമ്മുടെ മക്കൾക്ക് ലഭിക്കാനും വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. തിരിച്ചറിവുള്ള മക്കളെ, നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചോ? ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോ ഈ പൈശാചിക വ്യക്തികളും പൈശാചിക പ്രവൃത്തികളും പൈശാചിക വശീകരണങ്ങളും നമ്മുടെ മക്കളെ നശിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്ന ദുഷ്ടസാത്താൻ. ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അനേകം അനുഭവങ്ങള് ഓരോന്നോരോന്നായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോഴും അത് വിളിച്ച് പ്രഘോഷിക്കുക. എന്നിട്ട് പോലും നമ്മുടെ മക്കളുടെ മാത്രം കണ്ണു തുറന്നിട്ടില്ല. ഈ വിറ്റുകളെ മാത്രം ചെവി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ചിലക്ക് പറയുമ്പോ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ടീമുകളാണ്. ഒത്തിരി നാളെ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ സങ്കടത്തോടു കൂടി ദിവസങ്ങളൊക്കെ ഉണ്ടായ പല സംഭവങ്ങളൊക്കെ വെച്ച് വീണ്ടും അച്ഛൻ പറയാണ്, മക്കളെ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളാരും ഇതുപോലെ നശിച്ച് അടങ്ങി ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ കേസിൽ പ്രതിയാക്കപ്പെട്ട് പഠനം മുടങ്ങി ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവികാന്റെ സന്നിധിയില്, കർത്താവിന്റെ സന്നിധിയില്, അമ്മ മാതാവിന്റെ വലിയ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഗതി വരാതിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ മക്കളുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ മക്കൾക്കായി ഈ മേഖലയിൽ പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ മക്കളെ നശിച്ചു പോകാതെ തകർന്നു പോകാതെ കാത്തു സംരക്ഷിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, യോസേപ്പിതാവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തില്, സ്വർഗത്തിന്റെ പ്രത്യേകമായ സഹായത്തില് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശപിക്കപ്പെട്ട ഈ മണ്ണില് ദുഷ്ടസാത്താന്റെ പിടിയില് അമർന്നുപോയ പല മേഖലകളില് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളെ, ശക്തികളെ, അവന്റെ വശീകരണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ സ്വർഗത്തിന്റെ വലിയ സഹായം, സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ലൗകികാത പോലെയുള്ള വശീകരണ ശക്തികള് ഞങ്ങളുടെ അനേക മക്കളെ ഇതിനോടൊക്കെ നശിപ്പിച്ച് കൊന്നും ആത്മഹത്യയിലേക്കൊക്കെ പല പല കേസുകളിലേക്കൊക്കെ നയിച്ചിരിക്കുന്നത് കണ്ടിട്ടും അത് കാണാൻ പറ്റാത്ത വിധം, അത് കേട്ടിട്ടും കേൾക്കാൻ പറ്റാത്ത വിധം കാതടയ്ക്കപ്പെട്ട മക്കള്, കണ്ണ് കെട്ടപ്പെട്ട മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാചിനെ തിരിച്ചറിയാൻ, അവന്റെ വശീകരണ യന്ത്രങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങളുടെ മക്കൾക്ക് ബുദ്ധിയും പ്രകാശവും ജ്ഞാനവും അറിവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന്
ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, അറിയാതെ പോലും ഞങ്ങളുടെ മക്കള് ഇവരുടെ കെണികളില്, പിശാചിന്റെ വലയില്, അവന്റെ വശീകരണത്തില് ചെന്നപ്പെടാതിരിക്കാനും ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിന്, ബുദ്ധിക്ക്, ചിന്തയ്ക്ക്, മനസ്സിന്, ആസക്തികൾക്ക്, വികാരങ്ങൾക്ക്, തോന്നലുകൾക്ക്, സ്വപ്നങ്ങൾക്ക് പോലും ഈശോയെ രക്തം കൊണ്ട് കൊട്ടകെട്ടി സംരക്ഷണം നൽകണമേ. ഒരു പിശാചും ഞങ്ങളുടെ മക്കളെ സ്വാധീനിക്കാനോ അടുത്തേക്ക് വരാനോ അവരെ വശീകരിക്കാനോ അവരെ കീഴ്പ്പെടുത്താനോ പറ്റാത്ത വിധത്തില് കർത്താവേ അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈ കെണികളിൽ പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇതുപോലുള്ള പ്രേമ കുരുക്കുകളില്, വശീകരണ യന്ത്രങ്ങളില്, മ്ലേച്ഛതയില്, ലഹരിക്ക്, അടിമത്തത്തിലേക്ക് വീണു പോകാൻ ഇടയാകാത്ത വിധം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രതിഷ്ഠിക്കാം. അതിലൊക്കെ പെട്ടുകിടക്കുന്ന മക്കള് കർത്താവിന്റെ ദിവ്യകാരുടെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിങ്കിലേക്ക് നമ്മുടെ മക്കളെ ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് ആ വിടുതലിന്റെ ശക്തി, വിമോചനത്തിന്റെ ശക്തി ശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് പ്രവഹിപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക ശക്തികൾ, പ്രേമക്കുരുക്കുകൾ, ഒത്തിരിയേറെ ജഡിക പാപത്തിന്റെ, തിന്മയുടെ ശക്തികൾ, ലൗകികാദിന്റെ പൈശാചിക ശക്തികൾ, വശീകരണങ്ങൾ ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. ഞങ്ങളുടെ മക്കളേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ മക്കൾ തിരക്ത കൊട്ട കെട്ടി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. കർത്താവേ വിടുവിക്കണമേ, കർത്താവേ സംരക്ഷിക്കണമേ, കർത്താവേ ഞങ്ങളുടെ മക്കൾ ആരും അതിൽ ചെന്ന് പെടാതിരിക്കാൻ കർത്താവേ നിന്റെ സംരക്ഷണ കോട്ട ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും കെട്ടി സംരക്ഷിക്കണമേ. മക്കളുടെ ഈ വക നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. എല്ലാ മക്കളെയും നമുക്ക് കർത്താവിന്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം. നമ്മുടെ മക്കളാരും ഇതുപോലുള്ള പൈശാചിക യുദ്ധങ്ങളിൽ ചെന്ന് പെട്ട് പിശാചിനെ കെണി ചെന്ന് കുരുങ്ങി നശിക്കാൻ ഇടയാകാതെ കർത്താവെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ മക്കളുടെ നിയോഗങ്ങള്, എല്ലാ മക്കളുടെയും നിയോഗങ്ങള് ഈ ഒരു മേഖലയെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതിനെല്ലാ ശക്തികളും നിർവീര്യമാക്കപ്പെടാൻ, വശീകരണ യന്ത്രങ്ങളുടെ ശക്തി നിർവീര്യമാക്കപ്പെടാൻ, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്ന യേശുവിന്റെ മുമ്പില്, ആ നാമത്തിന്റെ മുമ്പില് ഈ അരൂപികളെ സമർപ്പിച്ച് ബന്ധിക്കാം. നിർവീര്യമായി പോകട്ടെ. ഞങ്ങളുടെ മക്കളും കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളും, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും വിടുതൽ പ്രാപിക്കട്ടെ, സംരക്ഷിക്കപ്പെടട്ടെ. എപ്പോഴും അങ്ങയുടെ തിരുഹൃദയത്തിൽ സുരക്ഷിതനാകട്ടെ. പ്രാർത്ഥനയോടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വലിയ ദൈവിക ശക്തിയാൽ ഈ പൈശാചിക ശക്തി നിർവീര്യമാക്കപ്പെടാനും അതിൽ നിന്ന് നമ്മുടെ മക്കൾ സംരക്ഷിക്കപ്പെടാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആ വലിയ ശക്തി സ്വീകരിച്ച മക്കളെ മക്കൾക്ക് വേണ്ടി സ്വീകരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്കായി തിരുരക്ത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. തിരുരക്ത ജപമാല പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ
ഉണ്ട്. അത് നിങ്ങളുടെ കാറിലോ വീട്ടിലോ മക്കള് പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വച്ച് രക്തക്കോട്ട കെട്ടി സംരക്ഷിച്ച് പ്രാർത്ഥിച്ചോ. മക്കൾ വിദേശത്തും ദൂരത്തൊക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകം ഈ ഒരു സംരക്ഷണം മക്കൾക്ക് വേണ്ടി